ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ട് സ്വിങ്ങാമിൻ്റെ ബെയറിങ്ങും ബുഷും എങ്ങനെ മാറ്റുക എന്നുള്ളതാണ്. ഇതിൻ്റെ ബെയറിങ് പോയതുകൊണ്ടാണ് ഇത് ബാക്ക് വീൽ ഇങ്ങനെ ഒരു ആട്ടം വന്നിട്ടുണ്ട്. ഈ ചെയിന് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഇത് ആട്ടിനനുസരിച്ച് ചെയിന് ടൈറ്റ് ആവും ലൂസ് ആവും ചെയ്യുന്നത്. നമ്മൾ ഓടിക്കുമ്പോൾ അങ്ങനെ ഓരോ കോർണർ എടുക്കുമ്പോഴാണ് നമുക്ക് ശരിക്കും അറിയാം വണ്ടി ഒരുമാതിരി വോബ്ലിങ് ആയിക്കാരം. സ്വിങ്ങാം ഇങ്ങനെ സൈഡ് വൈസായി മൂവ് ചെയ്യുന്നതുകൊണ്ടാണ് ഇതിൻ്റെ ചെയിൻ ഇങ്ങനെ ടൈറ്റ് ആവണോ ലൂസ് ആവണോ കണ്ട ഈ മൂവ്മെൻറ്റിനനുസരിച്ച്. അത് ചെയിൻ സോക്കറ്റ് കംപ്ലൈൻ്റ് ആക്കാനോ ചാൻസ് ഉണ്ട്. അതേപോലെ സ്വിങ്ങാം ടയർ ചെത്തും. കുറേ പ്രശ്നമുണ്ട് ഈ സ്വിങ്ങാമിൻ്റെ ബെയറിങ് ബുഷും പോയാൽ. പിന്നെ അതുപോലെ റൈഡ് ചെയ്യുമ്പോൾ നമ്മൾ ഈ കോർണർ എടുക്കുമ്പോഴൊക്കെ ഭയങ്കര ഒരു ഇതേക്കാരം കയ്യിൽ നിന്ന് പോകേണ്ട പോലെ ഹാൻഡിൽ വെട്ടൽ വരും. ഫസ്റ്റായിട്ട് ബാക്കത്തെ വീല് റിമൂവ് ചെയ്യണം. അതിന് നമുക്കൊരു 22 mm സ്പാനറാണ് വേണ്ടത്. നമ്മൾ ഈ ബ്രേക്കിൻ്റെ ഈ സാധനം ഊരി കൊടുക്കണം. വീല് ഊരിൻ്റെ പരിപാടി കഴിഞ്ഞ് ഇനി നമുക്ക് ഈ സൈഡ് പാനൽ രണ്ടും അഴിക്കണം. പിന്നെ അതുപോലെ ഈ ഷോക്കപ്പിൻ്റെ ഈ നെട്ട് അഴിക്കണം. ആദ്യം നമ്മൾ സീറ്റ് റിമൂവ് ചെയ്യുക. രണ്ട് നെറ്റ് ഉണ്ടാവും ഫ്രണ്ട് സീറ്റിൻ്റെ, അത് റിമൂവ് ചെയ്യുക. ഈ രണ്ട് നെറ്റ് ഊരിയാൽ നമുക്ക് സീറ്റ് ഊരി എടുക്കാം. പിന്നെ ഈ സൈഡ് പാനൽ ഇരിക്കേണ്ടത് 4 സ്ക്രൂവിലാണ്. ലെഫ്റ്റും റൈറ്റും ആയിട്ട് രണ്ട് സ്ക്രൂ വരുന്നുണ്ട്. ഈ സൈഡ് പാനൽ ഇരിക്കുന്ന 2 ക്ലിപ്പിലാണ്. ഒന്ന് ഫ്രണ്ടിലുണ്ടാവും, ഒന്ന് ബാക്കിലായിട്ടുണ്ടാവും. പിന്നെ അടിയിൽ 2 ഇതുണ്ട്. ജസ്റ്റ് ഇങ്ങനെ മേലേക്ക് പൊന്തിച്ചപ്പോൾ ഉരുപ്പോയി. ഇനി നമുക്ക് ഈ ഷോക്കപ്പിൻ്റെ ബോൾട്ട് വരണം. അതിനാവശ്യം 17 mm സ്പാനറാണ്. ഈ ഷോക്കപ്പിൻ്റെ നെറ്റ് പറഞ്ഞാൽ മാരക ടൈറ്റാണ്.
അവസാനം WD-40 അടിച്ചിട്ടാണ് ഒന്നുകൊണ്ട് ലൂസായത്. പിന്നെ കുഴപ്പമില്ല. ഇത് ഇത്ര ടൈറ്റ് ചെയ്യാൻ കാരണം ഇത് മറ്റേ ലോക്കിംഗ് നട്ടാണ്. ഇവിടെ ലോക്ക് ഉണ്ടാവും. നമ്മൾ വൈബ്രേഷൻ ഒന്ന് വന്നാൽ ഇത് ഊരി പോകാതിരിക്കാനുള്ള അങ്ങനത്തെ ടൈപ്പ് നെട്ടാണ്. ആണ് ഷോക്കപ്പ് ഊരി. ഇനി നമുക്ക് അടുത്ത ഊരുള്ളത് സ്വിങ്ങാമിൻ്റെ നെട്ടാണ്. ഇത് ഏകദേശം അതേപോലെ തന്നെ ആവും മിക്കവാറും. നല്ല ടൈറ്റ് ആയി കയറാം. ഇതിൽ സ്വിങ്ങാമിൻ്റെ നെറ്റ് ഊരുക എന്ന് പറഞ്ഞാൽ ചില്ലറ പരിപാടിയല്ല കേട്ടോ, പെരും ടൈറ്റാണ്. ഞാനിപ്പോൾ വർക്ക്ഷോപ്പ് പോയിട്ട് സ്പാനർ വാങ്ങിക്കൊണ്ടിട്ട് വന്നത്. അവർ മറ്റേ വലിയ ലോറിൻ്റെയൊക്കെ വീല് വരണ്ടേ ആ സ്പാനർ. ഈ സംഭവം കൂടി ഊരിയാൽ സ്വിങ്ങാമ് കയ്യിലെടുക്കാം. ഇതാണ് സാധനം. ഇതിൻ്റെ ഉള്ളിലാണ് ഇനി ബെയറിങ്ങും മറ്റേ കോളറും വരേണ്ടത്. എന്തായാലും ഊരിയ സ്ഥിതിക്ക് മൊത്തം ഒന്ന് ക്ലീൻ ആക്കാമെന്ന് വിചാരിച്ചു. ആകെ ചളിയും പൊടിയൊക്കെ സാധനത്തില്ല. ഇതാണ് ഇതിൻ്റെ പഴയ കോളർ. പപ്പടം പോലെ വയ്ക്കണം. എന്നിട്ട് നമ്മൾ ആ പഴയ കോളർ തന്നെ വെച്ചിട്ട് ഇതിൻ്റെ ബുഷ് കൊണ്ട് പുറത്ത് വെക്കണം. കുറച്ച് ടാസ്ക് പരിപാടിയാണ്. ഒരു വയറിങ് ഊരിപ്പോണം പഴയത്. അങ്ങനെ 2 വയറിങ് ഊരിപ്പോണം. ഒരു വയറിങ് പറ്റ ഡാമേജ് ആയിരിക്കണം. ഇതിൻ്റെ ഉള്ളിൽ മറ്റേ ഇതൊക്കെ പറ്റ പോയിക്കണം. ഒന്നും കുഴപ്പമില്ല. ജസ്റ്റ് ഇതിൻ്റെ ഉള്ളൊന്ന് ക്ലീനാക്കി കൊടുക്കാൻ തുണിയിട്ടിട്ട് ഇങ്ങനെ ഇതാ മതി. അപ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള പഴയ ഗ്രീസൊക്കെ ഉണ്ട്, ഇളകിപ്പോകുന്നു. പിന്നെ ചെറുതായിട്ട് തുരുമ്പൊക്കെ ഉള്ളിടത്ത് ജസ്റ്റ് ഇപ്പോൾ ടച്ചപ്പൊക്കെ ചെയ്ത് അങ്ങനെ ഊരുമ്പോൾ അതൊക്കെ നടക്കുള്ളൂ. അതൊക്കെ ഇങ്ങനെ ഈ ഷോക്കപ്പിൻ്റെ ഇതിൻ്റെ ഉള്ളിലൊക്കെ ഇങ്ങനെ ഇടയിൽ ചെറിയ തുരുമ്പുണ്ടായിരുന്നു. അന്ന് മൊത്തമായിട്ടൊന്ന് ക്ലീൻ ചെയ്ത് നമ്മൾ വീട്ടിൽ നിന്ന് ചെയ്യുമ്പോൾ ഈ പരിപാടിയൊക്കെ നടക്കുള്ളൂ. ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ. പുതിയ ബെയറിങ്ങിന് 506 രൂപ വരുന്നുണ്ട്. അതേപോലെ കോളറിന് 188 രൂപ. പഴയതിൻ്റെ അവസ്ഥ പഴയത് ബെയറിങ് ഒരു സൈഡ് പൊട്ടിപ്പോയിക്കണം. ഒന്നുകൊണ്ട് ഒരു പീസ് പോയിക്കണം ബെയറിങ്ങിൻ്റെ. അതിൻ്റെ ഉള്ളാണെന്നുണ്ടെങ്കിൽ പറ്റ ഫ്ലാറ്റ് ആയിക്കണം. മറ്റേ കറങ്ങേണ്ട സാധനമൊക്കെ കംപ്ലൈൻറ്റ് ആയിക്കണം. പിന്നെ ഈ കോളറിലാണെന്നുണ്ടെങ്കിൽ അതങ്ങനെ ആയിട്ട് ഇതുമായി ബെയറിങ്ങിൻ്റെ അടയാളം വീണുകയാണ്. ഒരു ചാല് പോലെ ആയിക്കണം. ഇവിടെ ശരിക്കും ഫ്ലാറ്റാണ്, ഇങ്ങനെയാണ് വരേണ്ടത്. ഒരു അടയാളം ഇല്ലാതെ ഫ്ലാറ്റിലാണ്. ഇത് ഇങ്ങനെ ഈ അവസ്ഥയായിരിക്കണം. ഞങ്ങൾ പുതിയ ബെയറിങ് ഇൻസ്റ്റാൾ ചെയ്യണം.
ഒരുപാട് സ്ട്രോങ് എടുക്കാൻ പറ്റില്ല, പയ്യാണ് അടിക്കാൻ പറ്റില്ല. അപ്പോൾ ബെയറിങ് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞു. ഇനി ജസ്റ്റ് ഈ കോളർ ഇൻസ്റ്റാൾ ചെയ്യണം. കോളർ വലിയ പണിയൊന്നുമില്ല, കറക്റ്റ് അതിൻ്റെ ഉള്ളിലാണ്ട് ഇറങ്ങിയിരുന്നോളും. പിന്നെ ജസ്റ്റ് ഒന്ന് ഗ്രീസ് ചെയ്യണം കേട്ടോ.
സ്വിംഗാം ബോൾട്ട് ചെയ്ത് ഇനി ഷോക്കപ്പിൻ്റെ ബോൾട്ടും കൂടി ചെയ്യാണ്ട്. അപ്പോൾ നമ്മളെ വർക്കൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, ഇപ്പോൾ ആട്ടൊന്നുമില്ല. മറ്റേത് ആദ്യം നിങ്ങൾ കണ്ടിരുന്നില്ലേ, ഇങ്ങനെ ആക്കുമ്പോൾ ചെയിന് ലൂസാവുണ്ടായിരുന്നു. ആ പ്രശ്നമില്ല.